ഫ്രണ്ട്സ്, ടി ജെ ക്രിയേറ്റീവ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു വറ്റ ഗ്രില്ല് ചെയ്യാം. ഞാനിവിടെ 2.5 കിലോൻ്റെ വറ്റയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 8-9 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് മല്ലിയില, 2 തണ്ട് കറിവേപ്പില. ഇത്രയുമാണ് നമുക്ക് ഈ ഗ്രില്ലിനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കത് ചെയ്യാൻ നോക്കാം. നമുക്ക് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് ചൂടായ ശേഷം എടുത്തു വെച്ചിരുന്ന പൊടികൾ, അതായത് ഉപ്പ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ പൊടികളും, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പച്ചക്കുത്തൊന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ കളറൊന്നും മാറിയൊന്നും വരണ്ട, ജസ്റ്റ് നന്നായിട്ട് നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറും കൂടി അതിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കളറൊന്നും മാറാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതി. കാരണം ഒരു മിനിറ്റ്, ഒരു 1-1.5 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ അത് മതിയാവും. ഓക്കെ, ഇവിടെ എനിക്ക് അരപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനി ഇത്രയും ചൂടാക്കി എടുത്താൽ മതി. ഓക്കെ, നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത്, നമ്മൾ ഈ പൊടി ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പൊടി ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെളിച്ചെണ്ണയും വിനാഗിരിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാനുണ്ട്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തു. ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വിനാഗിരി എടുത്ത് കൊടുക്കാം. വിനാഗിരി എടുത്ത് ഒഴിക്കാം. അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മീൻ നല്ല സോഫ്റ്റായിട്ട് വരും, മാംസം നല്ല സോഫ്റ്റായിരിക്കും. അതിനാണ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹാർഡായി പോവില്ല. അതുമല്ല മീനിൻ്റെ ഉളുമ്പ് ഒക്കെ മാറാനായിട്ട് വിനാഗിരി വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് വിനാഗിരിക്ക്. അപ്പോൾ അതിനാണ് നമ്മൾ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അരപ്പിൽ എല്ലായിടത്തും ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്യുക. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ ഗ്രിൽ ഐറ്റംസിനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ള അരപ്പിലാണ് നമ്മൾ ഇത് ഗ്രില്ല് ചെയ്യുന്നതെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്യുന്ന സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ മാംസം ഇങ്ങനെ ഹാർഡായി പോവില്ല, സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും, ഡ്രൈ ആയി പോവില്ല, ഇങ്ങനെ മൊരിഞ്ഞ് ഡ്രൈ ആയി പോവില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ നമ്മുടെ അരപ്പിനനുസരിച്ച് നമുക്ക് എടുത്ത് കുഴച്ച് ചേർക്കാവുന്നതാണ്. കുഴച്ച് ചേർത്തതിന് ശേഷമുള്ള അരപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഈ അരപ്പ് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും ഒക്കെ കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുഴമ്പ് രൂപത്തിൽ മീത്തിൽ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള രൂപത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത്. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയിൽ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. കണ്ടതാണ് നമുക്ക് അടിച്ചെടുക്കാനുള്ളത്. നമുക്ക് അടിച്ചെടുത്ത് വന്നിരിക്കുകയാണ്. ഞാനതിൻ്റെ പകുതി അരപ്പെടുത്ത് മീത്തിൻ്റെ പകുതി ഭാഗത്ത് നന്നായിട്ട് തേക്കുകയാണ്. അപ്പോൾ നമ്മൾ മുളകരപ്പ് അധികം നേരം തേക്കുന്നതുകൊണ്ട് നമ്മുടെ കൈക്ക് ഇങ്ങനെ പുകച്ചിൽ വരാൻ സാധ്യതയുണ്ട് കുറച്ച് നേരം കഴിഞ്ഞ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അരപ്പ് തേക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ 2-3 തുള്ളി വെളിച്ചെണ്ണ തേച്ചിട്ടാണ് അരപ്പ് തേക്കുന്നതെങ്കിൽ നമ്മുടെ കൈയൊന്നും പുകയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് അരപ്പ് തേക്കുന്നത്. അപ്പോൾ അരപ്പൊക്കെ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തലയിലും വാലിലും അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രില്ല് ചെയ്തിട്ട് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ അത്. വളരെ മസ്റ്റ് ട്രൈ ആണ്, വെറുതെ പറയുന്നതല്ല, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മീൻ ഫ്രഷ് ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. എനിക്കിവിടെ നല്ല ഫ്രഷ് വറ്റയാണ് കിട്ടിയത്, അതുകൊണ്ട് ഇത് നല്ല സൂപ്പറായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാനത് തലയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് മാംസത്തിലൊക്കെ അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് അതിൻ്റെ മറ്റേ വശത്തും ഇതുപോലെ തന്നെ അരപ്പ് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള അരപ്പെടുത്ത് ഈ സൈഡിലും കൂടി നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്.
ഓക്കെ, നമ്മൾ ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമ്മൾ എന്താ ഈ വരയുന്ന സമയത്ത് മീൻ നന്നായിട്ട് ആഴത്തിൽ വരയരുത്, അത് പിന്നെ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എടുക്കുമ്പോഴൊക്കെ. അപ്പോൾ അതൊന്ന് കെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തലയുടെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് അരപ്പ് എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക. പിന്നെ നമുക്കിതൊരു ഫ്രിഡ്ജിലൊരു മിനിമം 3 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും നമുക്ക് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ് അത്ര നേരമൊക്കെ വെച്ചത് ചെയ്യുമ്പോഴത്തേന്. ഞാനിവിടെ 3 മണിക്കൂർ ഇത് വെച്ചിരുന്നു. അപ്പോൾ നിങ്ങളും അത് ശ്രമിക്കുക, 3 മണിക്കൂർ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്നിട്ട് എല്ലായിടത്തും അരപ്പ് ഫിക്സ് ചെയ്ത് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് സൂപ്പർ അരപ്പാണ് കേട്ടോ, നല്ല സൂപ്പറായിട്ടാണ് വരിക. ഗ്രില്ല് അടിപൊളിയാണ്. അപ്പം മീനിൻ്റെ ഈ വാല് എൻ്റെ ഗ്രില്ലിലിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഓവനിൽ എൻ്റെ മോർഫ് റിച്ചാർഡ്സിൻ്റെ ആണ് എൻ്റെ ഓവൻ. അപ്പോൾ മിക്കവാറും ഇതിൻ്റെ വാല് കട്ടേണ്ടി വരും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ മുതുകുവശത്തും കൂടി അരപ്പൊക്കെ തേച്ച് കൊടുക്കുകയാണ്. എല്ലാ വശത്തും മീനിൻ്റെ എല്ലാ വശത്തും നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, തലയോടലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എൻ്റെ അരപ്പ് ഇവിടെ ഇതിന് കറക്റ്റായിരുന്നു. ഓക്കെ, എല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫിഷ് ഗ്രില്ല് ഞാൻ ഇതിന് മുൻപും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഞാനിത് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഓവനിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ ഓവനിൽ ഞാൻ വെക്കുന്നത് 200 ഡിഗ്രിയിൽ, ഞാൻ പറഞ്ഞ പോലെ വാല് മുറിഞ്ഞു പോയി, മുറിച്ചെടുക്കേണ്ടി വന്നു. എനിക്കത് ഉള്ളിൽ കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ 200 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. റോസ്റ്റ് തന്തൂരിയിൽ ഞാനത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓവൻ അനുസരിച്ചിട്ട് അതിൽ വ്യത്യാസം ഉണ്ടാകും. എനിക്കിതിൽ കറക്റ്റായിട്ട് വേവ് കറക്റ്റായിട്ട് വന്നിരുന്നു ഈ ഒരു ടെമ്പറേച്ചറിൽ, 200 ഡിഗ്രിയിൽ 40 മിനിറ്റ്. അപ്പോൾ നമുക്കിതിന് ശേഷം നോക്കാം. നമുക്ക് ഫ്രഷ് ഗ്രില്ല് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. നാരങ്ങയൊക്കെ പിഴിഞ്ഞ് പൊറോട്ടയോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.